ഇന്നെൻ്റെ മനസ്സൊട്ടും ഓക്കെ അല്ലായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ചില ദിവസം നമുക്ക് സെറ്റാവും, ചില ദിവസം സെറ്റാവത്തില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് നേരം ബീച്ചിലൊക്കെ പോയി ഒരു സൺസെറ്റൊക്കെ കണ്ട് മൈൻഡൊന്ന് ഓക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തൊക്കെ ഒന്ന് പോകാൻ പോവാണേ. ഈ ഡ്രൈവർ ചേട്ടൻ നല്ല കമ്പനി ആയിരുന്നേ. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു ഷോപ്പ് കണ്ടായിരുന്നു. ഇത് ഒരു ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ്. ഇവിടെ സാൻഡ്വിച്ച് ഐസ്ക്രീം കിട്ടും. അപ്പം 100 രൂപയാണ്. പക്ഷേ 100 രൂപയ്ക്കുള്ളതൊന്നും ഇല്ല, വലിയ ടേസ്റ്റൊന്നും ഇല്ല. പിന്നെ കുറേ പേര് മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങ് മേടിച്ചു. സൺസെറ്റ് ഒന്ന് ഇരുന്ന് മര്യാദയ്ക്ക് കാണാൻ വേണ്ടി ഒന്നും പറ്റിയില്ല. ഭയങ്കര തിരക്കാണ്. ഒരു പൂരത്തിനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്നും ഇങ്ങനെയൊക്കെയാണ്. ഇതേ ഒരു മൊട്ടച്ചൻ അതുവഴി നടക്കുന്നുണ്ട്. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോയിരിക്കുവാണെങ്കിൽ നമ്മൾ ഓക്കെ ആവും. അപ്പോൾ അങ്ങനെ ബീച്ചിൽ വന്ന് സൺസെറ്റൊക്കെ കണ്ടു. ഇപ്പം ഹാപ്പിയാണ്. ഇന്ന് ഫസ്റ്റ് സാലറി കിട്ടിയ ദിവസമാണ്. അപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് ഫസ്റ്റ് ഒരു സാലറിയൊക്കെ കിട്ടുമ്പോൾ ഒരു നല്ലൊരു ഫീലിംഗ് ആണത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാൻ പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വന്നത് സൊസൈറ്റി റെസ്റ്റോറൻറ്റിലാണ്. ഇത് ഒരു മലയാളി ഹോട്ടലാണ്. ഇവിടെ ഉള്ള മലയാളികൾക്കൊക്കെ അറിയാമായിരിക്കും. കട അത്ര വിജിലംബിച്ചതൊന്നും അല്ലെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുപോലെ നല്ല ആംബിയൻസുമാണ്. ഇത് നമ്മുടെ സാലഡും പിന്നെ ബിരിയാണിയും വന്നിട്ടുണ്ട്. നല്ല റൈസും നല്ല വലിയൊരു ചിക്കനായിരുന്നു. പിന്നെ നല്ല മസാലയാണ്. ബിരിയാണി കഴിച്ച് വയറ് നിറച്ച് നമ്മൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുകയാണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.